പഴശ്ശിരാജാവിനെക്കുറിച്ച് കേരള PSC ചോദിക്കാൻ സാധ്യത ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം 1. പഴശ്ശിരാജാവിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം: കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ അംഗമായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ധീരമായ പോരാട്ടങ്ങളിലൂടെ കേരള സിംഹം എന്ന പേരിലും അറിയപ്പെടുന്നു. ചോദ്യം 2. പഴശ്ശിരാജാവ് ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു? ഉത്തരം: കോട്ടയം രാജവംശം. പഴശ്ശിരാജാവ് കണ്ണൂരിലെ കോട്ടയം രാജവംശത്തിലെ പടിഞ്ഞാറേ കോവിലകം അംഗമായിരുന്നു. തിരുവിതാംകൂറിലെ കോട്ടയം നഗരവുമായി ഇതിന് ബന്ധമില്ല. ഇത് വടക്കേ മലബാറിലെ തലശ്ശേരിക്ക് അടുത്തുള്ള കോട്ടയം പഴശ്ശി പ്രദേശമാണ്. ചോദ്യം 3. പഴശ്ശിരാജാവ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്താണ്? ഉത്തരം: കേരളവർമ്മ. കേരളവർമ്മ എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ്, കേരളവർമ്മ പഴശ്ശിരാജ. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രശസ്തമായ ബിരുദനാമം അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന പ്രധാന വിശേഷണം കേരള സിംഹം, ലയൺ ഓഫ് കേരള എന്നാണ്. ചോദ്യം 4. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം: പഴശ്ശി വിപ്ലവം, പഴശ്ശി സമരം. ഇതിൽ പ്രധാനമായും 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. 1. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 1797 വരെ, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ. 2. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെ, വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷ് ശ്രമങ്ങൾക്കെതിരെ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ നടത്തിയ ഗറില്ല യുദ്ധം. ചോദ്യം 5. പഴശ്ശിരാജാവിന്റെ പ്രധാന ആസ്ഥാനം ഏത് പ്രദേശത്തായിരുന്നു? ഉത്തരം: വയനാട്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ, ഒളിയുദ്ധം നയിക്കാൻ പഴശ്ശിരാജാവ് തന്റെ പ്രധാന ആസ്ഥാനമാക്കിയത് വയനാട്ടിലെ വനപ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് മാനന്തവാടിയും പുൽപ്പള്ളിയും. തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ രാജവംശത്തിന്റെ ആസ്ഥാനം കണ്ണൂരിലെ കോട്ടയം, മട്ടന്നൂർ ഭാഗത്തായിരുന്നുവെങ്കിലും ബ്രിട്ടീഷ് സൈന്യത്തെ ചെറുത്തുതോൽപ്പിക്കാൻ അദ്ദേഹം വയനാടൻ കാടുകളിലേക്ക് ആസ്ഥാനം മാറ്റുകയായിരുന്നു. ചോദ്യം 6. പഴശ്ശിരാജാവിന്റെ പ്രധാന പോരാട്ടം നടന്ന പ്രദേശം ഏതാണ്? ഉത്തരം: വയനാട്, കണ്ണൂർ, കോഴിക്കോട് പ്രദേശങ്ങൾ. വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള ഗറില്ല പോരാട്ടങ്ങളായിരുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ചോദ്യം 7. പഴശ്ശിരാജാവിന്റെ പ്രധാന എതിരാളികൾ ആരായിരുന്നു? ഉത്തരം: ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. തുടക്കത്തിൽ മൈസൂർ ഭരണാധികാരികളായ ഹൈദരാലി, ടിപ്പു സുൽത്താൻ എന്നിവരുമായും അദ്ദേഹം പോരാടിയിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള പോരാട്ടങ്ങളാണ് ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തമായത്. ചോദ്യം 8. പഴശ്ശിരാജാവിന്റെ ആദ്യകാല ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? ഉത്തരം: 1793 മുതൽ 1797 വരെ. ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം നൽകിയതും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളുമാണ് ഈ ഒന്നാം ഘട്ട സമരത്തിന് പ്രധാന കാരണമായത്. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് പഴശ്ശിരാജാവുമായി സന്ധിയിലാക്കേണ്ടി വരികയും ചെയ്തു. ചോദ്യം 9. പഴശ്ശിരാജാവിന്റെ രണ്ടാമത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആരംഭിച്ചത് ഏതു വർഷം? ഉത്തരം: 1800. രണ്ടാം പഴശ്ശി വിപ്ലവം ആരംഭിച്ചത് 1800-ലാണ്. 1800 മുതൽ 1805 വരെ കാലഘട്ടം. ബ്രിട്ടീഷുകാർ വയനാട് പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതും വയനാട്ടിലെ കുരുമുളക് വ്യാപാരത്തിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം സ്ഥാപിക്കാൻ നോക്കിയതുമാണ് രണ്ടാം ഘട്ട പോരാട്ടത്തിന് പ്രധാന കാരണമായത്. ഈ ഘട്ടത്തിലാണ് കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജാവ് ശക്തമായ ഗറില്ല യുദ്ധം നയിച്ചത്. ചോദ്യം 10. പഴശ്ശിരാജാവിന്റെ അവസാനത്തെ പ്രധാന ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം: 1800 മുതൽ 1805 വരെ. വയനാടൻ കാടുകൾ കേന്ദ്രീകരിച്ച് കുറിച്യരുടെയും കുറുമ്പരുടെയും പിന്തുണയോടെ പഴശ്ശിരാജാവ് നയിച്ച ഈ ഗറില്ല യുദ്ധം 1805 നവംബർ 30-ന് അദ്ദേഹത്തിന്റെ വീരമൃത്യുവോടെയാണ് അവസാനിച്ചത്. ചോദ്യം 11. പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിൽ പ്രധാന പങ്കുവഹിച്ച ആദിവാസി വിഭാഗം ഏതാണ്? ഉത്തരം: കുറിച്യർ. വയനാട്ടിലെ കുറിച്യർ, ഒപ്പം കുറുമ്പരും പഴശ്ശിരാജാവിന്റെ ഗറില്ല പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച ആദിവാസി വിഭാഗമാണ്.
വില്ലാളികളായ കുറിച്യർ കാടുകളിലെ വഴികളും ഒളിയുധ തന്ത്രങ്ങളും നന്നായി അറിയാവുന്നവരായിരുന്നു. കുറിച്യരുടെ തലവനായിരുന്ന തലക്കൽ ചന്തു പഴശ്ശിരാജാവിന്റെ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു. ചോദ്യം 12. പഴശ്ശിരാജാവിന്റെ സൈന്യത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളിൽ മറ്റൊന്ന് ഏതാണ്? ഉത്തരം കുറുമർ. വയനാടൻ കാടുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന ഇവർ പഴശ്ശിയുടെ ഗറില്ല സൈന്യത്തിന്റെ പ്രധാന കരുത്തായിരുന്നു. ചോദ്യം 13. പഴശ്ശിരാജാവിന്റെ സൈന്യത്തിലെ പ്രധാന നായർ നേതാവ് ആര്? ഉത്തരം എടച്ചേന കുങ്കൻ. വയനാട് കേന്ദ്രീകരിച്ച് കമ്പനിക്കെതിരെ നടന്ന വയനാടൻ പോരാട്ടങ്ങളിൽ, പ്രത്യേകിച്ച് 1802 പനമരം കോട്ട പിടിച്ചടക്കൽ, അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ചോദ്യം 14. പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാരുടെ നികുതി ഭരണ ഇടപെടലുകളും കോട്ടയം രാജ്യത്തിന്റെ അവകാശങ്ങളിൽ നടത്തിയ ഇടപെടലുകളും. നികുതി പിരിവ്. ബ്രിട്ടീഷുകാർ വയനാട്ടിലും കോട്ടയം, വടകര, തലശ്ശേരി പ്രദേശങ്ങളിലും അമിതമായ നികുതി ചുമത്തുകയും അത് കർഷകരിൽ നിന്ന് ക്രൂരമായി പിരിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പഴശ്ശിയെ തഴഞ്ഞത്. വീരവർമ്മയ്ക്ക് പഴശ്ശിയുടെ അമ്മാവൻ കമ്പനി നികുതി പിരിക്കാനുള്ള അവകാശം നൽകുകയും പഴശ്ശിരാജാവിന്റെ ന്യായമായ ഭരണാവകാശങ്ങളെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അധിനിവേശം. പഴശ്ശിയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ കമ്പനി സൈന്യം നടത്തിയ കടന്നുകയറ്റവും കാർഷിക വിഭവങ്ങൾക്കുമേലുള്ള കുത്തകയും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു. ഈ കാരണങ്ങളാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്കെതിരെ ദീർഘകാലം നീണ്ടുനിന്ന മലബാർ കലാപത്തിന്, പഴശ്ശി വിപ്ലവങ്ങൾക്ക് തുടക്കമിട്ടത്. ചോദ്യം 15. പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന പ്രധാന ബ്രിട്ടീഷ് വിരുദ്ധ നേതാവ് ആര്? ഉത്തരം എടച്ചേന കുങ്കൻ. പഴശ്ശിരാജാവിന്റെ ഒന്നാം മലബാർ കലാപത്തിലും രണ്ടാം മലബാർ കലാപത്തിലും അദ്ദേഹത്തിന്റെ വലങ്കൈയായി പ്രവർത്തിച്ച ഏറ്റവും പ്രമുഖനായ ബ്രിട്ടീഷ് വിരുദ്ധ നേതാവാണ് എടച്ചേന കുങ്കൻ. എടച്ചേന കുങ്കനെ കൂടാതെ കുറിച്യർ സമുദായത്തിലെ പ്രമുഖ നേതാവായ തലക്കൽ ചന്തുവും പഴശ്ശിയുടെ കൂടെ നിന്ന പ്രധാന പോരാളിയായിരുന്നു. ചോദ്യം 16. പഴശ്ശിരാജാവിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കോട്ട ഏതാണ്? ഉത്തരം പനമരം കോട്ട. 1802 ഒക്ടോബർ 11 പഴശ്ശിരാജാവിന്റെ സൈന്യാധിപന്മാരായ എടച്ചേന കുങ്കന്റെയും തലക്കൽ ചന്തുവിന്റെയും നേതൃത്വത്തിൽ കുറിച്യ പടയാളികൾ ബ്രിട്ടീഷുകാരുടെ പനമരം കോട്ട ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. പഴശ്ശി വിപ്ലവത്തിലെ ഏറ്റവും വലിയ സൈനിക വിജയങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ചോദ്യം 17. പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മാവിലാന്തോട്. 1805 നവംബർ 30 വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാന്തോട് എന്ന തോടിന്റെ തീരത്തുണ്ടായ ഏറ്റുമുട്ടലിൽ കേരളസിംഹം പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത്. പഴശ്ശിരാജാവിന്റെ ഭൗതികശരീരം പിന്നീട് ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിലാണ് അടക്കം ചെയ്തത്. ചോദ്യം 18. പഴശ്ശിരാജാവിന്റെ പോരാട്ടത്തിൽ ആദിവാസികൾ പ്രധാനമായും ഉപയോഗിച്ച ആയുധം ഏതാണ്? ഉത്തരം വില്ലും അമ്പും. പഴശ്ശിരാജാവിന്റെ സൈന്യത്തിലെ പ്രധാന വിഭാഗമായിരുന്ന വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും അടങ്ങുന്ന ആദിവാസി പോരാളികൾ കാടുകളിലെ ഗറില്ല യുദ്ധമുറകളിൽ വില്ലും അമ്പുമായിരുന്നു പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ തോക്കുകൾക്കും പീരങ്കികൾക്കുമെതിരെ അവരുടെ ഏറ്റവും വലിയ കരുത്ത് ഈ വില്ലമ്പുകളും കാടുകളെക്കുറിച്ചുള്ള അറിവുമായിരുന്നു. ചോദ്യം 19. പഴശ്ശിരാജാവിന്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന നദി ഏതാണ്? ഉത്തരം കബനി നദി. വയനാടൻ കാടുകളിലൂടെ ഒഴുകുന്ന കബനി നദിയും അതിന്റെ പോഷകനദികളും, ഉദാഹരണത്തിന് മാവിലാന്തോട്, പഴശ്ശിരാജാവിന്റെ ഗറില്ല യുദ്ധങ്ങളിലും സൈനിക നീക്കങ്ങളിലും തന്ത്രപ്രധാനമായ പങ്കുവഹിച്ചു. കബനി നദീതീരങ്ങളിലെ കാടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഴശ്ശിയുടെ പടയാളികൾ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ ഒളിയാക്രമണങ്ങൾ നടത്തിയിരുന്നത്. ചോദ്യം 20. പഴശ്ശിരാജാവിന്റെ പോരാട്ടകാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആര്? ഉത്തരം കേണൽ ആർതർ വെല്ലസ്ലി. ശ്രീരംഗപട്ടണം യുദ്ധത്തിനുശേഷം മലബാറിലെയും മൈസൂരിലെയും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ആർതർ വെല്ലസ്ലിയാണ് പഴശ്ശിരാജാവിനെതിരെ ശക്തമായ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വയനാട്ടിലെ ഗറില്ല പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ റോഡുകൾ വെട്ടിത്തെളിച്ചതും സൈനിക ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ പദ്ധതിപ്രകാരമായിരുന്നു.
പിന്നീട് ബ്രിട്ടനിൽ തിരികെയെത്തിയ ഇദ്ദേഹമാണ് നെപ്പോളിയനെ പരാജയപ്പെടുത്തി വെല്ലിംഗ്ടൺ പ്രഭു, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്ന പേരിൽ ലോകപ്രശസ്തനായത്. ചോദ്യം 21. പഴശ്ശിരാജാവിന്റെ സ്മരണയ്ക്കായി സ്ഥാപിച്ച പ്രധാന സ്മാരകം ഏതാണ്? ഉത്തരം: പഴശ്ശി സ്മാരകം, മാനന്തവാടി. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ കബനി നദിയുടെ തീരത്താണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. 1805 നവംബർ 30 ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ വീരമൃത്യു വരിച്ച പഴശ്ശിരാജാവിന്റെ മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ച സ്ഥലത്താണിത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്മാരകത്തോട് അനുബന്ധിച്ച് കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയവുമുണ്ട്. പഴശ്ശിരാജാവിന്റെയും അദ്ദേഹത്തിന്റെ പടയാളികളുടെയും ആയുധങ്ങൾ, പുരാതന വസ്തുക്കൾ എന്നിവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന പഴശ്ശിരാജ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറിയാണ്. ചോദ്യം 22. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: കോഴിക്കോട് ഈസ്റ്റ് ഹിൽ. 1891 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കളക്ടറുടെ ബംഗ്ലാവായി നിർമ്മിച്ച കെട്ടിടമാണ് പിന്നീട് മ്യൂസിയമാക്കി മാറ്റിയത്, ഈസ്റ്റ് ഹിൽ ബംഗ്ലാവ്. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. പ്രധാന ആകർഷണങ്ങൾ: പുരാതന ശിലായുഗ അവശിഷ്ടങ്ങൾ, കുടക്കല്ലുകൾ, നടുക്കല്ലുകൾ, പൂരക്കല്ലുകൾ, പഴയകാല നാണയങ്ങൾ, വെങ്കല ശില്പങ്ങൾ, ബ്രിട്ടീഷ് ഭരണകാലത്തെ ആയുധങ്ങൾ. ആർട്ട് ഗാലറി: പ്രശസ്ത ചിത്രകാരന്മാരുടെ അപൂർവ ചിത്രങ്ങളും രാജാ രവിവർമ്മയുടെയും വി ശരവണ പെരുമാളിന്റെയും വരകളും ഇതിനോട് അനുബന്ധിച്ചുള്ള ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ചോദ്യം 23. പഴശ്ശിരാജാവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ പ്രശസ്ത മലയാള സിനിമ ഏതാണ്? ഉത്തരം: കേരളവർമ്മ പഴശ്ശിരാജ. ചലച്ചിത്രത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ: സംവിധാനം ഹരിഹരൻ, തിരക്കഥ M.T. വാസുദേവൻ നായർ, പ്രധാന കഥാപാത്രം മമ്മൂട്ടി പഴശ്ശിരാജാവായി അഭിനയിച്ചു. മറ്റ് പ്രധാന അഭിനേതാക്കൾ: ശരത് കുമാർ എടച്ചേന കുങ്കൻ, മനോജ് കെ ജയൻ തലക്കൽ ചന്തു, കനിഹ കൈതേരി മാക്കം, പത്മപ്രിയ നീലി. മികച്ച പശ്ചാത്തല സംഗീതം, റീ-റെക്കോർഡിംഗ്, ഗായകൻ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഇതിനുമുമ്പ് 1964 പഴശ്ശിരാജ എന്ന പേരിൽ കുഞ്ചാക്കോയുടെ സംവിധാനത്തിലും ഒരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.